ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂപടങ്ങൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. HSC സോഷ്യൽ സയൻസ് സിലബസിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭൂപടങ്ങൾ. സോ ഇതിൽ നിന്നും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് ഭൂപടം? ഭൂപടം എന്ന് പറയുന്നത് ഭൂതല വിശകലനത്തിനുള്ള ഒരു ഉപാധിയാണ്. എന്താണ്? ഭൂതല വിശകലനത്തിനുള്ള ഒരു ഉപാധിയാണ് ഭൂപടം എന്ന് പറയുന്നത്. ഇനി ഇന്ന് വരെ കണ്ടെടുത്തവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം ഏതാണ്? ഇന്ന് വരെ, അതായത് ഈ ഒരു സമയം വരെ നമ്മൾ കണ്ടെടുത്തതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകമാണ്. എന്താണ്? മെസപ്പൊട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഏറ്റവും പഴക്കമേറിയ ഭൂപടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല, ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അനക്സിമാൻഡർ. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അനക്സിമാൻഡർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ്. അദ്ദേഹമാണ് ആദ്യമായി ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നത്. അതേസമയം ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ഓക്കെ, ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാണ്? മെർക്കാറ്റർ ആണ്. ഓക്കെ, അപ്പം ഏറ്റവും പഴക്കമേറിയ ഭൂപടം മെസപ്പൊട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകമാണ്. അതുപോലെ ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്ന വ്യക്തി അനക്സിമാൻഡർ ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ്. അതുപോലെ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ഇനി നമുക്കറിയാം, അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ പല ഭൂപടങ്ങൾ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്നതാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. അപ്പം ഈ അറ്റ്ലസ്, അതായത് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള അറ്റ്ലസും തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. എബ്രഹാം ഓർട്ടേലിയസ് ആരാണ്? വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യത്തെ വ്യക്തിയാണ്. എബ്രഹാം ഓർട്ടേലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്താണ് കാർട്ടോഗ്രഫി അല്ലെങ്കിൽ ഭൂപടശാസ്ത്രം എന്ന് പറയുന്നത്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. അതായത് നമുക്കറിയാം, ഓരോ വിഷയത്തിനും ഓരോ ശാസ്ത്രശാഖയുണ്ട്. അതുപോലെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രഫി അഥവാ ഭൂപടശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം അത് തയ്യാറാക്കുന്ന വ്യക്തി എന്താണ് അറിയപ്പെടുന്നത്? കാർട്ടോഗ്രാഫർ. ഓക്കെ, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി, അത് തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്ന പേരിലാണ്. ഭൂപടശാസ്ത്രം എന്നാണ് കാർട്ടോഗ്രഫി എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ഈ കാർട്ടോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളടക്കം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC നമുക്ക് ഏത് മേഖലയിലുള്ള ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാം. അതുകൊണ്ടാണ് കാർട്ടോഗ്രഫി എന്ന വാക്ക് അല്ലെങ്കിൽ എന്ന പദത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിഷയത്തിൽ നിന്നാണ്, ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. വിഷയമല്ല, ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ഓക്കെ, അതായത് കാർട്ടെ, ഗ്രാഫിക്, ഇതാണ് ഈ രണ്ട് പദങ്ങളിൽ നിന്ന് ചേർന്നാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്ന വാക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് എന്താണ്? കാർട്ടോഗ്രഫി അഥവാ ഭൂപടശാസ്ത്രം എന്നുള്ളതും. ഇനി കാർട്ടോഗ്രാഫറാണ് ഭൂപടം തയ്യാറാക്കുന്ന വ്യക്തി അറിയപ്പെടുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഭൂപടത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട, നമ്മൾ ഏതൊരു ഭൂപടം എടുത്തെടുത്തോ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തലക്കെട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഏത് ഉദ്ദേശത്തിലാണ് ആ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഭൂപടത്തിൽ ആവശ്യമായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങളും അതുപോലെ തന്നെ സൂചികകൾ. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഭൂപടം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുന്ന ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി
ഇതിൽ തന്നെ തോതുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതികളാണുള്ളത്. അതായത് തോത് രേഖപ്പെടുത്താൻ നമുക്ക് രണ്ട് രീതിയാണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണ്? പ്രസ്താവന രീതിയും ഭിന്നക രീതിയും. ഏതൊക്കെയാണ്? പ്രസ്താവന രീതിയും ഭിന്നക രീതിയുമാണ് തോതുകൾ രേഖപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് രീതികൾ എന്ന് പറയുന്നത്. പ്രസ്താവന രീതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ, അതുപോലെ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രാക്ഷൻ ആണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഭിന്നക രീതി എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തത് മൂന്ന് വിധത്തിലാണ് രേഖപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് രേഖാരീതി. രേഖാരീതി എന്ന് പറയുന്നത് ദ ലീനിയർ സ്കെയിൽ എന്ന് പറയാം. ഓക്കെ, ദ ലീനിയർ സ്കെയിൽ, രേഖാരീതി എന്ന് പറയാം. അപ്പോൾ 3 രീതിയിലാണ് നമ്മൾ തോതുകൾ മാപ്പിൽ രേഖപ്പെടുത്തുന്നത്. ഒന്ന് പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, മൂന്നാമത്തത് രേഖാരീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സൂചിക എന്ന് പറയുന്നത്? അതായത് മാപ്പിൽ ഒരു അടിസ്ഥാന ഘടകമാണ് സൂചിക എന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് സൂചിക നമ്മൾ ഉപയോഗിക്കുന്നത്? ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ്. എന്താണ്? ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക എന്ന് പറയുന്നത്. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക എന്ന് പറയുന്നത്. അതുപോലെ ഭൂപടങ്ങളിലുള്ള നിറങ്ങൾ, ചിഹ്നങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് ഈ സൂചിക ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, സൂചികയാണ് നമ്മൾ ആ ഭൂപടങ്ങളിൽ ഏതൊക്കെ നിറങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത് സൂചികയാണ്. ഓക്കെ, ഇപ്പൊ സൂചികയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. ഭൂപട വായനയ്ക്കുള്ള മാർഗമാണ് സൂചിക എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള ഭൂപടങ്ങളുണ്ട്. അതിലൊന്നാമത്തത് തിമാറ്റിക് ഭൂപടങ്ങൾ അഥവാ തെമാറ്റിക് മാപ്സ് എന്ന് പറയാം. എന്താണ് തിമാറ്റിക് ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ? അതായത് വ്യത്യസ്തപരമായിട്ടുള്ള വിഷയങ്ങൾ വിവിധ ഭൂപടങ്ങളിലായി പ്രതിപാദിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഭൂപടങ്ങളാണ് തിമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് പല വിഷയങ്ങളാണ് നമുക്ക് ഓരോ മാപ്പിനും ഓരോ ഉദ്ദേശമുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ വിവിധ ഭൂപടങ്ങളിലായി പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് തിമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് തിമാറ്റിക് ഭൂപടങ്ങൾ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. എത്രയാണ്? രണ്ടായിട്ട് തരംതിരിക്കാം. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് അത്? ഒന്ന് ഭൗതിക ഭൂപടം, രണ്ടാമത്തത് സാംസ്കാരിക ഭൂപടം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൗതിക ഭൂപടം എന്നും സാംസ്കാരിക ഭൂപടം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി എന്താണ് ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ, അഥവാ ഫിസിക്കൽ മാപ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് പേര് പോലെ തന്നെ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭൗതിക ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൗതിക ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ? സാംസ്കാരിക ഭൂപടങ്ങൾ അഥവാ കൾച്ചറൽ മാപ്സ് എന്ന് പറയാം. എന്താണ് കൾച്ചറൽ മാപ്സ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃഷി, അതുപോലെ വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ തുടങ്ങിയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് സാംസ്കാരിക ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി, രണ്ടാമത്തേത് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ. കൃഷി മനുഷ്യനിർമ്മിതമാണ്, വ്യാവസായികം മനുഷ്യനിർമ്മിതമാണ്, രാഷ്ട്രീയ അതിർത്തികൾ മനുഷ്യനിർമ്മിതമാണ്. ഇങ്ങനെ ഏതൊരു എക്സാമ്പിൾ എടുത്തോട്ടെ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാംസ്കാരിക ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു 3 തോതാണുള്ളത്, 3 വിധത്തിലാണ് നമ്മൾ തോത് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. എത്രയാണ്? രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങളും രണ്ടാമത്തത് വലിയ തോത് ഭൂപടങ്ങളും. ജസ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയുക, ഫ്ലോ ചാർട്ട് പോലെയൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങളും രണ്ടാമത്തത് വലിയ തോത് ഭൂപടങ്ങളും. സ്മോൾ സ്കെയിൽ മാപ്സ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് സ്മോൾ സ്കെയിൽ മാപ്സിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഒന്ന് അറ്റ്ലസ് ഭൂപടം, അതുപോലെ ചുമർ ഭൂപടം.
ചുമർ ഭൂപടം, അറ്റ്ലസ് ഭൂപടങ്ങൾ, ഇത് രണ്ടുമാണ് ചെറിയ തോത് അഥവാ സ്മോൾ സ്കെയിൽ മാപ്സിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി വലിയ തോത് അഥവാ ലാർജ് സ്കെയിൽ മാപ്സിനുള്ള എക്സാമ്പിൾസ് ആണ് കഡസ്ട്രൽ അതുപോലെ തന്നെ ധരാതലീയ ഭൂപടങ്ങൾ. നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പം കഡസ്ട്രൽ ആൻഡ് ധരാതലീയ ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്സിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വലിയ തോത് ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾസും കഡസ്ട്രൽ മാപ്പും അതുപോലെ ധരാതലീയ ഭൂപടവും, ഇത് രണ്ടും ആണ് വലിയ തോത് ഭൂപടങ്ങൾക്കുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അതിലെ കഡസ്ട്രിയൽ ഭൂപടം എന്ന് വെച്ചാൽ എന്താണ്? അതായത് പാടങ്ങൾ അതുപോലെ കെട്ടിടങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രിയൽ ഭൂപടം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയിട്ടുള്ള ഭൂസ്വത്തുക്കൾ, അതായത് നമ്മൾ സ്ഥലങ്ങൾ, അങ്ങനെ ഭൂസ്വത്തുക്കൾ, അതിരുകൾ, ഉടമസ്ഥാവകാശം തുടങ്ങിയവയൊക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രിയൽ ഭൂപടം എന്ന് പറയുന്നത്. ഓക്കെ, കഡസ്ട്രിയൽ ഭൂപടം എന്താന്ന് മനസ്സിലായല്ലോ. ഇതില് കഡസ്ട്രൽ എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് പദമായിട്ടുള്ള കഡസ്റ്റർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, കഡസ്ട്രൽ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. അപ്പോൾ ഈ കഡസ്റ്റർ, ഫ്രഞ്ച് പദമായിട്ടുള്ള കഡസ്റ്ററിന്റെ അർത്ഥം എന്താണ്? പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നാണ്. രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നാണ് എന്ത് പറയുന്നത്? ഫ്രഞ്ച് പദമായിട്ടുള്ള കഡസ്റ്ററിന്റെ അർത്ഥം. അതായത് പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഡസ്ട്രിയൽ മാപ്പിന്റെ ഉദ്ദേശം എന്താണ്? ഭൂസ്വത്തുക്കൾ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഡസ്ട്രിയൽ ഭൂപടം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്ന അർത്ഥം വരുന്ന കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കഡസ്ട്രിയൽ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഒരു കഡസ്ട്രൽ ഭൂപടത്തിനുള്ള ഒരു എക്സാമ്പിൾ ഏതാണ്? നമുക്ക് ഗ്രാമഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഒരു കഡസ്ട്രിയൽ ഭൂപടത്തിനുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. എന്താണ്? ഒരു കഡസ്ട്രിയൽ മാപ്പിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് ഗ്രാമഭൂപടങ്ങൾ എക്സാമ്പിളാക്കി എടുക്കാം. ഓക്കെ, ഇനി എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ കഡസ്ട്രിയൽ മാപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഇനി എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? അതായത് സമഗ്രമായിട്ടുള്ള ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൂസർവേ, നോട്ട് ചെയ്ത് വെക്കുക, ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും വിശദമായിട്ട് ചിത്രീകരിക്കുക. അതാണ് ധരാതലീയ ഭൂപടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികള്, വനങ്ങള്, കൃഷികൾ, ഇതൊക്കെ നമ്മൾ സർവേയിലൂടെയാണ് കണ്ടെത്തുന്നത്. കൃഷിയിടങ്ങള്, പട്ടണങ്ങള്, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങള്, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ ചിത്രീകരിക്കുന്നത് ഭൂപടമാണ് ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ കഡസ്ട്രിയൽ ഭൂപടം എന്ന് വെച്ചാൽ നമ്മൾ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഭൂസ്വത്തിന്റെ അല്ലെങ്കിൽ ആ അതിരുകൾ ഇതൊക്കെ എഴുതി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഡസ്ട്രിയൽ മാപ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? വളരെ വിശദമായി സർവേയുടെ അടിസ്ഥാനത്തിൽ, ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മാപ്പുകളാണ് എന്ത് പറയുന്നത്? ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ്? നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുക, അതുപോലെ പരിശോധിക്കുക, പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ എല്ലാ ചുമതലകളും നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഭൂപടങ്ങൾ നിർമ്മിക്കുക, പരിശോധിക്കുക, പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ എല്ലാ ചുമതലകളുമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ ആസ്ഥാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസാണ് ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഡെറാഡൂണിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, സർവേ ഓഫ് ഇന്ത്യയുടെ. അപ്പം നമ്മുടെ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സർവേയുടെ അടിസ്ഥാനത്തിലാണെന്ന്. അപ്പം ഇന്ത്യയിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാം, ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കാം. എന്താണ്? ഇന്ത്യയിലെ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഭൂപടങ്ങളുടെ
നിർമ്മിക്കുവാനും പ്രസിദ്ധീകരിക്കുവാനും പരിശോധിക്കുവാനും ഉപയോഗിക്കുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചാലും അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ നമ്മളോട് കുറച്ച് വളഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാലും അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അതിൻ്റെ ആസ്ഥാനമാണ് ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഡെറാഡൂണിലാണ് അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ ചുമതല വഹിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ ധരാതലീയ ഭൂപടങ്ങൾ ഇന്ത്യയിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നും വിളിക്കാം. എന്താണ്? സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നും വിളിക്കാം. സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങളും. ഇനി നമ്മൾ ധരാതലീയ ഭൂപടങ്ങളിലും ഉയരങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പല രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പല മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള ആ മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, അതുപോലെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, അതുപോലെ ബെഞ്ച് മാർക്ക്. ഇതൊക്കെ നമ്മൾ ഈ അതായത് ഓരോ ഭൂപ്രകൃതിക്കും ഓരോ സവിശേഷതകളാണുള്ളത്. അപ്പം ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അതിൻ്റെ ഉയരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഉയരം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകളും ഫോം ലൈന്, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് തുടങ്ങിയവ. ഇനി ഇത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് കോണ്ടൂർ ലൈനുകൾ. എന്താണ് കോണ്ടൂർ രേഖകളുടെ പ്രത്യേകതകൾ? അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നത്. ഇത് പലപ്പോഴും PSC ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ എന്ന് പറയുന്നത്. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഓക്കെ, ഇനി എന്താണ് ഫോം ലൈൻ എന്ന് പറയുന്നത്? അതായത് ദുർഘടമായിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ടാവും. ഈ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുന്ന സമയത്ത് ആ പ്രദേശത്തിൻ്റെ ഉയരം നമ്മൾ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കും. ഇങ്ങനെ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തുടർച്ചയില്ലാത്ത, അതായത് കണ്ടിന്യൂസ് അല്ലാത്ത രേഖകളെയാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോം ലൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഏറ്റവും ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരങ്ങൾ ഭൂപടങ്ങളിൽ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയുക, കണ്ടിന്യൂസ് അല്ലാത്ത ലൈനുകളാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. കോണ്ടൂർ രേഖ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാൻ അല്ലെങ്കിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഫോം ലൈൻ എന്ന് പറയുന്നത് ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം മാപ്പിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫോം ലൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി സ്പോട്ട് ഹൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്പോട്ട് ഹൈറ്റും ഇതേപോലെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗമാണ്. എന്താണ്? ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയർന്ന അല്ലെങ്കിൽ ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗം. സംഖ്യയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ എന്തിനോട് ചേർന്നു? കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗത്തെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. സ്പോട്ട് എന്ന വാക്ക് നോക്കുക. അപ്പോൾ സ്പോട്ട് ഹൈറ്റ് എന്താണെന്ന് മനസ്സിലായാലും, അതായത് ഉയരം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂപടങ്ങളിൽ ഒരു കറുത്ത ബിന്ദുവിനോടൊപ്പം തന്നെ ഈ ഉയരത്തെ കാണിക്കുന്ന ഒരു സംഖ്യ നമ്മൾ രേഖപ്പെടുത്തുന്നു. അതാണ് എന്ത് പറയുന്നത്? സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലൈനൊന്നും അല്ല, ഇത് ഒരു സംഖ്യയാണ് നമ്മളവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി എന്താണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്? ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിഗോണമെട്രിക്കൽ സർവേ എന്നുണ്ട്. അതായത് ഈ ട്രിഗോണമെട്രിക്കൽ സർവേയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന സ്ഥലത്തിൻ്റെ ഉയരം നമ്മൾ ത്രികോണത്തിൻ്റെ ആകൃതിയിൽ, അല്ലെങ്കിൽ ഒരു ത്രികോണം എന്ന് പറയുന്ന ചിഹ്നം, ട്രയാങ്കുലർ ഷേപ്പിലുള്ള ആ ഒരു ചിഹ്നത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന മാർഗത്തിനെയാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ട്രയാങ്കുലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നോട്ട് വയ്ക്കുക, എന്താണ്? ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ, നമ്മളൊരു ചെറിയൊരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ എന്ത് ചെയ്യുന്നു? സ്ഥലത്തിൻ്റെ ഉയരം ചിത്രീകരിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗം.
അത് ഈ സ്ഥലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ട്രിഗോണമെട്രിക്കൽ സർവേയിലൂടെയാണ് കണ്ടെത്തുന്നത്. ഓക്കെ, ട്രിഗോണമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ത്രികോണം എന്ന് പറയുന്ന ആ ഒരു ചിഹ്നത്തിന്റെ രൂപത്തിൽ നമ്മൾ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന മാർഗമാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തേത് ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസംഭരണികൾ, അതുപോലെ പ്രധാന കെട്ടിടങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളുടെ ഉയരം നമ്മൾ എന്ത് ചെയ്യുന്നു? BM, ഇംഗ്ലീഷ് ലെറ്റർ BM, ബി ബോളത്തെ BM, മാനത്തെ M. ഓക്കെ, BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗമാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബെഞ്ച് മാർക്ക് BM എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ജലസംഭരണികൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഏതൊക്കെയാണ്? ആ കെട്ടിടങ്ങളുടെയൊക്കെ ഉയരമാണ്. ഇതൊക്കെ നമ്മൾ ഉയരത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഉയരം കണക്കാക്കാൻ, അല്ലെങ്കിൽ ഉയരം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ധരാതലീയ ഭൂപടങ്ങളിൽ അഥവാ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉയരം കണക്കാക്കുവാൻ അല്ലെങ്കിൽ ഉയരം കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇതൊക്കെ. കോണ്ടൂർ രേഖകൾ, ഫോം ലൈന്, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് തുടങ്ങിയവയൊക്കെ. ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഭൂപടത്തിൽ നമ്മൾ ചില നിറങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നിറങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഓരോ നിറങ്ങളും എന്താണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലതരത്തിലുള്ള പല PSC എക്സാമുകളിൽ LGS, വിമൺ പോലീസ് കോൺസ്റ്റബിളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുപോലെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ ഇത് ഓരോ നിറങ്ങളും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഡിവിഷൻ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പം ആദ്യം പച്ച നിറം ഭൂപടത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? നൈസർഗിക സസ്യങ്ങളെ കുറിച്ചാണ്. എന്താണ്? നൈസർഗിക സസ്യങ്ങളെ കുറിച്ചാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത്. അതുപോലെ മഞ്ഞ എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു. മഞ്ഞ കൃഷിയിടങ്ങൾ. പൊതുവെ നമ്മൾ പച്ച കാണുമ്പോൾ പെട്ടെന്ന് പോയിട്ട് കൃഷി ഇടങ്ങളാണെന്ന് എഴുതി വെക്കരുത്. കൃഷിയിടങ്ങളല്ല, മഞ്ഞയാണ് കൃഷിയിടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ചോദ്യമാണ്, ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏത്? ഓപ്ഷൻ തന്നിരിക്കുകയാണ്. നീല, പച്ച, മഞ്ഞ, ഇവയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മഞ്ഞയാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. പെട്ടെന്ന് കൃഷിയിടങ്ങളിൽ നിന്ന് കാണുമ്പോൾ പച്ചപ്പാണെന്നുള്ള നിറം കൊണ്ട് നമ്മൾ ഒരിക്കലും പച്ച പോയി ആക്കരുത്. മഞ്ഞയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചുവപ്പ് എന്ന് പറയുന്നത് പാർപ്പിടങ്ങളും റോഡുകളും സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് എന്ന് പറയുന്നത്. പാർപ്പിടങ്ങളും റോഡുകളും സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് എന്ന് പറയുന്നത്. ഇനി കറുപ്പ് എന്ന് എന്തിനേക്കാണ് സൂചിപ്പിക്കുന്നത്? തീവണ്ടിപ്പാത, അതുപോലെ അക്ഷാംശരേഖ, രേഖാംശരേഖ, ടെലിഫോൺ ലൈന് തുടങ്ങിയവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കറുപ്പ് എന്ന് പറയുന്ന നിറം ഉപയോഗിക്കുന്നത്. ഇനി നീല ജലാശയങ്ങൾ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നീല നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അതേപോലെ തവിട്ട് എന്ന് പറയുന്നത് പാറക്കൂട്ടങ്ങൾ, അതുപോലെ മണൽക്കൂനകൾ, കുന്നുകൾ തുടങ്ങിയവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ. പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിറമാണ് തവിട്ടെന്ന് പറയുന്നത്. അതുപോലെ തരിശുഭൂമി. വെള്ളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തരിശുഭൂമി. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കുവാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്ത്? ഇവിടെ നിറമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിറമാണ്. ഈ വെള്ള നിറം എന്തിനു സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? തരിശുഭൂമിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, തരിശുഭൂമിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ള നിറം ഉപയോഗിക്കുന്നത് ഭൂപടത്തിൽ. അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് എഴുതി വെക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ആദ്യമായിട്ട് ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് അനക്സിമാൻഡർ ആണ്. എന്നാൽ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവാണ് മെർക്കാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും മാറിപ്പോവരുത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.
കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. മാക്സിമം ഞാൻ ഡൗട്ട്സുകൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പം താങ്ക് യു.